പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഓരോ താമസക്കാരനും അഭയം നൽകാൻ പര്യാപ്തമായ 3,70,000-ത്തിലധികം ബങ്കറുകളുടെ ഒരു വലിയ ശൃംഖല തന്നെ സ്വിറ്റ്സർലൻഡിലുണ്ട്. ഇത് ആണവ യുദ്ധം പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. രണ്ടാം ലോക മഹായുദ്ധം മുതൽ ഇത് സ്വിറ്റ്സർലൻഡിൻ്റെ നിയമത്തിൻ്റെ ഭാഗവുമാണ്. എന്നാൽ സമാധാനകാലത്ത് പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നത് വൈൻ നിലവറകളായോ സംഭരണമായോ ഒക്കെയാണ്. ഒരു ന്യൂക്ലിയർ ബോംബ് വീണാൽ രാജ്യത്തിലെ ജനങ്ങളെയെല്ലാം രക്ഷിക്കാനുള്ള കഴിവ് എത്ര രാജ്യങ്ങൾക്കുണ്ട്? ഒരുപക്ഷെ ദരിദ്ര രാജ്യങ്ങൾക്കും വികസ്വര രാജ്യങ്ങൾക്കും ഒന്നും അതില്ല എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ജനങ്ങൾ സ്വന്തം രക്ഷ നോക്കി പോവുകയേ വഴിയുള്ളൂ. ഭൂരിഭാഗം ജനങ്ങൾക്കും അത് സാധിക്കത്തുമില്ല. എന്നാൽ സ്വിറ്റ്സർലൻഡ് പോലുള്ള ഒരു സമ്പന്ന വികസിത രാജ്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം രണ്ടാം ലോക മഹായുദ്ധം മുതൽ അവരുടെ നിയമത്തിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ ജനങ്ങളെയും ഒരു ന്യൂക്ലിയർ ബോംബ് വീണാൽ ആ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും രക്ഷിക്കാനുള്ള ബങ്കറുകൾ ഉണ്ടാക്കിയിട്ടുള്ള ലോകത്തെ ഒരേ ഒരു രാജ്യവും സ്വിറ്റ്സർലൻഡാണ്. അതുമാത്രമല്ല, ഈ ബങ്കറുകളിൽ 2 മാസത്തോളം കഴിയാനുള്ള റിസോഴ്സും അതിലുണ്ട്. സ്വിറ്റ്സർലൻഡിൽ 1960-കളിൽ തന്നെ സിവിൽ പ്രൊട്ടക്ഷൻ നിയമം നിലവിൽ വന്നു. ഇതനുസരിച്ച് ഓരോ പൗരനും ഒരു ബങ്കറിൽ സുരക്ഷിതമായ ഇടം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് പുതിയ കെട്ടിടങ്ങൾ പണിയുമ്പോൾ ബങ്കറുകൾ നിർമ്മിക്കുന്നത് ഒരു നിയമപരമായ ആവശ്യകതയാണ്. നിലവിലുള്ള കെട്ടിടങ്ങളിൽ ബങ്കറുകൾ ഇല്ലാത്തവർക്ക് സമീപത്തുള്ള പൊതു ബങ്കറുകളിൽ ഇടം ഉറപ്പാക്കുന്നു. ഈ ബങ്കറുകൾ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ആളുകൾക്ക് പുറത്തു നിന്നുള്ള സഹായമില്ലാതെ ജീവിക്കാൻ ആവശ്യമായ വെള്ളം, ഭക്ഷണം, മരുന്നുകൾ, ശുദ്ധവായു സംവിധാനങ്ങൾ എന്നിവ ശേഖരിച്ചു വെക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ്. ഒരു ആണവാക്രമണത്തെ മാത്രമല്ല, വലിയ പ്രകൃതി ദുരന്തങ്ങൾ, രാസായുധ ആക്രമണങ്ങൾ തുടങ്ങിയ മറ്റ് അടിയന്തര സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ ഈ ബങ്കറുകൾ സഹായകമാകും. ഈ ബങ്കറുകൾ വീടുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ, പൊതുകെട്ടിടങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. 2000-ന് ശേഷം യുദ്ധം അവസാനിച്ചതോടെ സ്വിറ്റ്സർലൻഡിൽ ബങ്കർ നിർമ്മാണ നിയമങ്ങൾ അല്പം ലഘൂകരിച്ചിട്ടുണ്ട്. ചില ബങ്കറുകൾ ഇപ്പോൾ സ്റ്റോറേജ്, വൈൻ സെല്ലറുകൾ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്.